ഇന്ന് ഏപ്രിൽ 6. ഇന്നും നാളെയും മറ്റന്നാളെയൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ ബൈബിൾ കോഴ്സാണ്. ബിബ്ലിയ എന്നാണ് അച്ഛൻ പറഞ്ഞ പേര്. എന്തൊക്കെയായിരിക്കും പള്ളിയിലെ പരിപാടികൾ? ആവോ, പള്ളി ചെല്ലുമ്പോൾ അറിയാം. വാ, നമുക്ക് പള്ളിയിലേക്ക് പോവാം. ചേട്ടന്മാരും ചേച്ചിമാരും നല്ലോണം നൽകിയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇന്റൻസീവ് ബൈബിൾ കോഴ്സിന്റെ നമ്മൾ കുർബാനയുടെ കൂടി നമ്മൾ ആരംഭിച്ചു. ഇനി പതാക ഉയർത്തി ഇനാഗ്രേറ്റ് ചെയ്യാണ്. ആഘോഷമായിരിക്കും. നിങ്ങൾക്ക് 3 ദിവസത്തോടെ ഭക്ഷണം ഉണ്ടാവും, 3 ദിവസത്തോടെ ഗെയിംസ് ഉണ്ടാവും, കളികൾ ഉണ്ടാവും, ക്ലാസ് ഉണ്ടാവും. ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും നിങ്ങൾ കണ്ടുനോക്ക്. നമ്മുടെ എല്ലാവരുടെയും സൈൻ ഇതിനകത്ത് ചേർക്കപ്പെടും. ഓക്കെ, ഈ പ്രാവശ്യത്തെ ഇന്റൻസീവ് കോഴ്സ് എന്ന് വെച്ചാൽ ഭയങ്കര വൈബായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഭയങ്കര ബോറടിക്കുന്ന ക്ലാസ് ഒക്കെ ആയിരിക്കും, ഭയങ്കര സുഖമില്ലാത്ത ക്ലാസ് ഒക്കെ ആയിരിക്കും എന്ന് കരുതിയത്. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ അടിപൊളി ഒരു ആക്ഷൻ സോങ്ങോട് കൂടിയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. നല്ല അടിപൊളിയായിരുന്നു, നല്ല വൈബുള്ള ക്ലാസ് ആയിരുന്നു. എല്ലാ ടീച്ചേഴ്സും ഞങ്ങൾക്ക് കുറെ പുതിയ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അങ്ങനെ അറിയാനും പറ്റി. പിന്നെ ഈ പ്രാവശ്യം എല്ലാ വർഷത്തേക്കാളും വ്യത്യസ്തമായിരുന്നു വെച്ചാല് ടീച്ചേഴ്സും അച്ഛന്മാരും എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് ഒരു അടിപൊളി ആക്ഷൻ സോങ് വരെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാനും പറ്റും, നല്ല ഈസിയുള്ള അർത്ഥമായിട്ടുള്ള നല്ല അടിപൊളി സോങ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ആക്ഷൻ സോങ് എല്ലാ പരിപാടിയും നന്നായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് 11:05 വരെ സമയമുണ്ട്. ഞങ്ങളുടെ ഈ തവണത്തെ ബിബ്ലിയ 2K26 ഞങ്ങൾ അടിച്ചു തകർത്തു. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇതുവരെ അരങ്ങേറാത്ത സംഭവങ്ങളാണ് അവിടെ നടന്നത്. ആക്ഷൻ സോങ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എന്റെ പൊന്നോ, ഒരു രക്ഷ ഉണ്ടായില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഒരു 10+1+2 ആ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ സാധാരണയായി ഒരു മടി പിടിച്ച് നാണം കൊണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ തവണ അങ്ങനെ ഉണ്ടായില്ല. ആക്ഷൻ സോങ് കളിച്ച വിദ്യാർത്ഥികൾ അടിപൊളിയായിട്ട് എല്ലാവരെയും ഒരുപോലെയും ടീച്ചേഴ്സും എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് അവർ തകർത്താടി. രാവിലെ തന്നെ 6:30 കുർബാനയ്ക്ക് ശേഷം ഭക്ഷണത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് ആരംഭിച്ചത്. ഉറക്കം തൂങ്ങി പള്ളിയിൽ വന്ന് ഇരിക്കുന്ന കുട്ടികൾക്ക് ചായയും ഭക്ഷണവും കിട്ടുന്നതോടെ അവർ ഉണർവുള്ളവരായി. 11 മണി വരെയാണ് ഉള്ളെങ്കിലും നമുക്ക് ഒരാഴ്ചത്തെ ഫീലിംഗ് ഒരു ദിവസം തന്നെ കിട്ടിയിരുന്നു.
അത്രത്തോളം നമ്മളെ സ്നേഹിച്ചിരുന്നു. പിന്നെ ആക്ടിവിറ്റീസ് ആയാലും നല്ല വാശിയും വീര്യവും ഇതുവരെ കാണാത്ത അത്രയ്ക്കും വാശിയോടെയാണ് ഞങ്ങൾ അന്ന് കളിച്ചിരുന്നത്. ഓരോ ടീമിനെ ഞങ്ങളുടെ ബുദ്ധിപരമായ എല്ലാ നീക്കങ്ങളിലൂടെ തകർക്കാൻ 3 ടീം ഉണ്ടായിരുന്നു. ആ 3 ടീമും പരിശ്രമിച്ചു. ടീച്ചർമാരുടെ ഡാൻസും അച്ഛനുൾപ്പെടെ അടങ്ങുന്ന അവരൊരു സ്ക്വാഡ്, എന്റെ ഒരു രക്ഷയില്ല, അത് പറയാൻ വയ്യ. അത് ഗംഭീര ഡാൻസ് ആയി പോയി. അതുവഴി എല്ലാ പിള്ളേരും കളിച്ച ആ ഒരു നിമിഷം ഉണ്ടായി. ഇന്നേ വരെ ഞാൻ ഇന്റൻസീവ് ബൈബിൾ കോഴ്സിന് പോയിട്ട് അങ്ങനെ ഒരു വീഡിയോ പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ചിത്രം, ആ ഫ്രെയിം ഞാൻ കണ്ടിട്ടില്ല ഇന്നേ വരെ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവസാനമായിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് ഇടവകയുടെ ചരിത്രത്തിൽ തന്നെ അടിപൊളിയായിട്ട് നടന്ന ഇന്റൻസീവ് കോഴ്സ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് തന്നെയാണ്. കാരണം എൻ്റെ മകനിപ്പോ 8 വയസ്സായി. ഈ 8 വയസ്സിനിടയ്ക്ക് അവൻ സ്കൂളിൽ പോകുന്ന കാലം തൊട്ടേ അവൻ പറയുന്ന ഒരു കാര്യമാണ്, അപ്പേ എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് മാത്രം എന്താ എനിക്ക് സ്കൂളിൽ മിഠായി കൊടുക്കാൻ പറ്റാത്തത്. കാരണം അവന്റെ ബർത്ത്ഡേ ഏപ്രിലാണ് വരുന്നത്, ഏപ്രിൽ 7-ാം തീയതിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവധി ദിവസങ്ങളാണ്. അപ്പോൾ അവനത് വളരെ വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഈ വർഷം ഇന്റൻസീവ് കോഴ്സ് നടന്നത് ഏപ്രിൽ 6, 7, 8 ദിവസങ്ങളിലാണ്. അപ്പോൾ ടീച്ചേഴ്സും എല്ലാവരും പ്ലാൻ ചെയ്ത് അവന്റെ ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു മധുരം കൊടുക്കാൻ അവന് സാധിച്ചു. അവനും അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ആ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും എല്ലാം അറേഞ്ച് ചെയ്യാനും ടീച്ചേഴ്സും അതിന്റെ എല്ലാവരും, അച്ഛനും വളരെ ഇൻട്രസ്റ്റോട് കൂടി അത് ചെയ്യുകയും ചെയ്തു. ആസ് എ ഫാദർ എനിക്കും വളരെ ഇമോഷണലി മൂവ്മെന്റ് ആയിരുന്നു അത്. താങ്ക് യു. ഈ വർഷത്തെ ഇന്റൻസീവ് കോഴ്സ് അത്രയും മനോഹരമാക്കി എനിക്ക് മെമ്മറബിൾ ആക്കി തന്നതിന് ഒരുപാട് നന്ദി. പ്രിയമുള്ളവരെ, 30ാമത് ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് ബിബ്ലിയ 26 ഹോപ്പ് ഇതിനകം നമ്മുടെ പൂർത്തിയായിരിക്കുകയാണ്. വി വാണ്ട് ടു റിമെമ്പർ വൺ തിങ്, വി ആർ ബിൽഡിംഗ് അവർ ഹോപ്പ് മസിൽ. പഴയ നിയമ ജനതയുടെ ചരിത്രത്തിലൂടെ പ്രത്യാശയുടെ പാഠങ്ങൾ നാം പഠിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മഖബായരുടെ പുസ്തകത്തിലെ ചെറിയ ഒരു ഭാഗമാണ്. അതെ, നമ്മുടെ പ്രത്യാശ ദൈവത്തിലാണ്. നമുക്കെതിരെ വരുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ കണ്ട് ഭയപ്പെടേണ്ടതില്ല. കാരണം ദൈവം നമ്മുടെ ഒപ്പം ഉണ്ട്. പരാജയങ്ങൾക്കും തകർച്ചകൾക്കും പ്രശ്നങ്ങൾക്കും മീതെ നടക്കാൻ ദൈവം നമുക്ക് കരുത്തു തരും. നന്ദി. അടുത്തുള്ള കാണാം.